ഇന്ന് രാവിലെ തന്നെ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂ അന്വേഷിച്ച് നടക്കലായിരുന്നു കേട്ടോ പരിപാടി. ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തൊന്നും പൂ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള പൂവൊക്കെ പൊട്ടിച്ച് അതുപോലെ തന്നെ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് ഒരു അത്തപ്പൂക്കളം സെറ്റാക്കാനാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ പൂക്കൾ ഇടാൻ നിന്നപ്പോൾ അമ്നൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനും അമ്നൂവും കൂടിയാണ് കേട്ടോ പൂക്കൾ ഇടുന്നത്. പൂക്കളം ഇടാന്ന് പറയുന്നതും ഒരു ആർട്ട് തന്നെയാണ്. പൂ വാങ്ങിച്ചിടുന്നതിലും കൂടുതൽ രസം ഇതുപോലെ പറമ്പിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പൂ പൊട്ടിച്ചിടുന്നതാണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഓണം ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, ഇനി വളർന്നു വരുന്ന പിള്ളേർക്കും ആ ഒരു സന്തോഷം വേണ്ടേ. അപ്പൊ ദേ ഇനി 10 ദിവസം നീണ്ടു നിവർന്ന് കിടക്കാണ് കളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ കൂട്ടി ഞാനും അമ്മയും കൂടി ഉള്ള പൂക്കളും ഇലയൊക്കെ വെച്ചിട്ട് ഇതാ ഇവിടെ ഞങ്ങളുടെ പൂക്കളം റെഡി ആക്കിയിട്ടുണ്ട്. പൂക്കളല്ല, ഇതിനെ ഇലക്കളം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും പൂക്കൾ എങ്ങനെയുണ്ട് എന്നൊന്നുമല്ല, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, അത്രയൊക്കെ തന്നെ. അപ്പൊ ദേ അമ്നൂസിനെ അംഗനവാടി കൊണ്ടുവന്നാക്കുന്നതാണ്. കുറച്ച് പൂവൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവിടെയും കളമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ വൈകിട്ട് കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദേ കക്ക വറ്റിച്ചൊക്കെ ഇട്ടിട്ടാണ് അമ്നുവിനെ അംഗനവാടി കൊണ്ടുവന്നാക്കിയത്. വന്നോട്ടന്നെ തന്നെ കക്കയൊക്കെ എടുത്ത് കക്ക റെഡിയാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കക്കനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം കക്കയുടെ വെള്ളമാണ് കേട്ടോ. അതിങ്ങനെ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ എൻ്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റാണ്. അത് മാത്രം മതി ഒരു പറച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സാധാരണ ഈ കറുത്ത കക്കയുടെ വെള്ളമൊന്നും എടുക്കാറില്ല. എനിക്കതുപോലത്തെ വർണ്ണ വിവേചനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കക്കയുടെ വെള്ളം എടുക്കും കേട്ടോ. ഇത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.